ഭരണാധികാരികളാണ്, നമ്മുടെ പൗരനാണ് അവിടെ പോണത്, അവന്റെ കാസ്റ്റ് അല്ല. ഇന്ത്യയുടെ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നുണ്ട്, ജാതി മത ഭേദമന്യേ നമ്മൾ ഇന്ത്യൻസ് ആണ്. ബേസിക്കലി ദ ഫസ്റ്റ്. പലരും മൈക്കൊണ്ടൊന്നും ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ജാതിമാണോ വലുത് മതമാണോ വലുത്? ഏതെങ്കിലും ഒരാൾ മതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊട്ടിക്കും, ഇവന്മാരെ തന്നെ പൊട്ടിക്കും. അപ്പൊ എന്തുകൊണ്ട് രാജ്യമാണ് വലുതെന്ന് പറയുന്നു? രാജ്യം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് പ്രിവിലേജ് കൂടുതൽ ഏതിലാണ്? രാജ്യത്ത് ഉണ്ടെന്ന് ഉള്ളതിനാണ്. അപ്പൊ ആ രാജ്യം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവാണ് മാഹീൻ അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര പോയപ്പോൾ കിട്ടിയ അക്സെപ്റ്റൻസ് മാഹീൻ പോകുമ്പോൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ആ പയ്യൻ ചോദിക്കുന്ന ചോദ്യത്തിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ വിഷയം എടുത്തു കാണിക്കുന്ന ഈ പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാർക്കും മനസ്സിലായി? ആർക്കും മനസ്സിലാകുന്നില്ല. എന്നിട്ട് അതിനെ എടുത്ത് തട്ടിപ്പൊത്തി നേരെ മാഹിന്റെ ഉച്ചിയിലേക്ക് കുത്തിക്കേറുകയാണ് ഈ ഫസൽക്കാരായിട്ട്. ഇവന്റെ ഉള്ളിലുള്ള, ഫസലിന്റെ ഉള്ളിലുള്ള അല്ല നമുക്കറിയാം തീട്ടോണെന്ന്, പക്ഷെ മറ്റവന്റെ ഉള്ളിലുള്ള ആ വൃത്തികേടാണ് അവിടെ റിവീൽ ആയത്. ഓർത്ത് നോക്കുക, ആ പയ്യൻ ചോദിച്ച ചോദ്യം കൃത്യമാണ്. എത്ര രാജ്യത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ഫ്രീ വിസയിൽ? നമ്മുടെ പാസ്പോർട്ടിനുള്ള വാലിഡിറ്റി, അതിന്റെ പ്രിവിലേജ് നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചു എന്ന് പറയാനാണ് പറയുന്നത്. അപ്പൊ പറയുന്നു ആ രാജ്യത്ത് ചില ഇതുണ്ടായിരിക്കുന്നു. ആ രാജ്യത്ത് ചില ഇതുണ്ടെങ്കിൽ പാലസ്തീനിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾ അവർക്ക് വിലക്കാം, അവരുടെ ശത്രു രാജ്യമായ ഇറാനിൽ നിന്നോ മറ്റ് അറബി രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ അവർക്ക് വിലക്കാം, ക്രോസ് ചെക്ക് ചെയ്യാം. ഇന്ത്യ അവരുടെ സ്വന്തം രാജ്യമാണെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയാണെന്ന് പറയുന്നത് അവരല്ല. പക്ഷേ ഇന്ത്യക്കാരനായ മാഹീൻ നേരിട്ട ആ ബുദ്ധിമുട്ട് അത് ആ പയ്യൻ ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ ജോർജ് കുളങ്ങരയ്ക്ക് സാധിക്കാത്തത് ജോർജ് കുളങ്ങരയുടെ ഉള്ളിലുള്ള വിഷമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ വ്യക്തമാണ്. ഈ പറയുന്ന മാഹിര് യുദ്ധ സമയത്ത് ഇസ്രായേലിൽ പോയ സമയത്ത് ഇസ്രായേലിലെ പോലീസുകൾ, അവിടുത്തെ സൈനിക സംവിധാനങ്ങള് എയർപോർട്ടിൽ തന്നെ ഒരുപാട് സമയം ഇരുത്തിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിലെ സുരക്ഷ അത് ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ട്രാവലർക്ക് വേണ്ടി ഉള്ളതല്ല എന്ന്. ഇവന്റെ മുനവെച്ചുള്ള ചോദ്യമൊക്കെ കേട്ടാൽ മനസ്സിലാകാതെ പോവാൻ ഇവന്റെ അടിമകളാണോ? ആളുകളൊക്കെ അനുസരിച്ചുള്ള മറുപടി ഇവൻ കാട്ടിക്കൂട്ടിയതിന് ഉൾപ്പെടെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര കാരണത്തടിച്ചതുപോലെ മാഹിന്റെ മുഖത്ത് തന്നെ മറുപടി കൊടുത്തിട്ടുള്ളത്. ലോക രാജ്യങ്ങളില് യുദ്ധങ്ങൾ നടന്നത് പോലും മറ്റൊരു ദേശത്തെ പൗരനെ കൊന്നു എന്നൊരു കാരണം കൊണ്ടാണ്. ഇവിടെ നടന്ന മഹായുദ്ധങ്ങൾ എടുത്തു നോക്കിയാൽ മറ്റു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ പൗരന്മാരെ അപമാനിക്കുകയും അവഹേളിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിന്റെ ഫലമാണ് ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഉള്ളിടത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയാൽ അവിടുത്തെ രാജ്യത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം റിജക്ട് ചെയ്യണം. അതിനാണ് എമിഗ്രേഷൻ എന്നൊക്കെ പറയുന്നത്. ഇവിടുന്ന് ഒരാൾ കയറി പോകുമ്പോൾ ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ ഇപ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസ് എന്തിനാണെന്ന്, അയാൾക്ക് കേസുണ്ടോ, അയാൾ ഇതുപോലൊരു കൊലപാതകയാണോ, ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലത്തിലാണോ എന്നുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഇത്തരം എമിഗ്രേഷനിൽ കൂടെയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അതേപോലെ അവിടെ ചെല്ലുമ്പോഴും അത് തന്നെയാണ്. ആ രാജ്യത്ത് എന്തെങ്കിലും രീതിയിലുള്ള ക്രൈം ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ ഇറങ്ങാൻ ഒക്കത്തില്ല. ട്രാവൽ ബാൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇയാൾ മറ്റു രാജ്യങ്ങളിൽ പോയാൽ പ്രശ്നക്കാരാണ് എന്നുള്ളത് കൊണ്ട് അവൻ മറ്റൊരിടത്തേക്ക് പോകാൻ പാടില്ല എന്ന ലെവലിൽ അത് ക്രോസ് ചെയ്ത് വെക്കുന്നതാണ്. നീ രണ്ടും ഇന്ത്യൻസ് ആണ്, രണ്ടും ട്രാവലേഴ്സ് ആണ്. ട്രാവലേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും നല്ല നടപടിയാണ്. കാരണം അവരിൽ കൂടെ അവരുടെ രാജ്യത്തിന് ഫ്രീ പ്രൊമോഷൻ ആണ് കിട്ടുക. ആ പ്രൊമോഷൻ കണ്ട് ആളുകൾ അവിടേക്ക് ആകൃഷ്ടരാകും, കൂടുതൽ ട്രാവലേഴ്സ് വരും, കൂടുതൽ